കാസർഗോഡ് ഓൾഡ് സ്കൂൾ എന്ന് അറിയപ്പെടുന്ന ഒളിമ്പിക് എന്ന് പറഞ്ഞ ജിമ്മിലാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു റെഫ് സർട്ടിഫൈഡ് ട്രെയിനറാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് അബ്ദുള്ള. ഞാൻ അച്ചീറപ്സ് ലെവൽ 3 പേഴ്സണൽ ട്രെയിനറാണ്. നമ്മളിപ്പോൾ അധികം പറഞ്ഞ പോലെ നമ്മളുടെ ഫ്രണ്ടില്ല മുക്കിന് പറഞ്ഞ അവരുടെ ജിമ്മിലാണ് കഴിയുക. ഞാൻ ഇവിടെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കാസർഗോഡ് എത്രയോ നല്ല നല്ല ജിമ്മ് ഉണ്ടായിട്ടും ഇവിടെ വന്നിട്ട് ഇവിടെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറാണ്. അതായത് ഒരു ഓൾഡ് സ്കൂൾ, പഴയ റോണി കോൾമാൻ, ആർണോൾഡ്, ആ ഒരു ഫീൽ കിട്ടും ഇവിടെ വർക്കൗട്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത. അതിൻ്റെ അടുത്ത് ഒരു സ്റ്റോറി കിട്ടിയിട്ടുണ്ടായിരുന്നു, വർക്കൗട്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബിഗിനേഴ്സിനായിട്ട്. അപ്പോൾ ഇപ്പോൾ ബിഗിനേഴ്സ് ആദ്യം ജിമ്മിൽ വന്നാൽ അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ ഏതൊക്കെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, ഏത് സ്പ്ലിറ്റിനാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കൂടുതലായിട്ട് ബ്രോ സ്പ്ലിറ്റിലാണ് വർക്കൗട്ട് ചെയ്യാറ്. ഇപ്പോൾ ചെസ്റ്റിനായിട്ടുള്ള ഒരു വർക്കൗട്ട് മെത്തേഡും അതേപോലെ ഒരു 4 വർക്കൗട്ടാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ബേസിക് 4 വർക്കൗട്ട്. അതായത് ഇപ്പോൾ ഒരു ബിഗിനർ നമ്മുടെ ജിമ്മിൽ വരുന്നതായിരിക്കും ആദ്യം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരു അഡ്വാൻസ് ഒരു ട്രെയിനറ്റ് ഒരു കസ്റ്റമർ, അതായത് ഒരു ബോഡി ബിൽഡർ വർക്കൗട്ട് ചെയ്യുന്നെങ്കിൽ ബിഗിനർ വന്നിട്ട് ട്രെയിനറോട് ചോദിക്കുന്നത് അവർ കളിക്കുന്ന എക്സസൈസ് എനിക്ക് തരുമോ, അത് ചെയ്യാൻ പറ്റുമോ, ചെയ്യാണ്ട് അങ്ങനെ പലതരത്തിലുള്ള എക്സസൈസ് ആണ് ഇപ്പോൾ ട്രെയിനർ മാസ്റ്റർ സംശയമായിട്ട് ചോദിച്ചിട്ട് വരുന്നത്. അതിനുള്ള പരിഹാരമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന 4 ബേസ്. അപ്പോൾ ഇന്നത്തെ ചെസ്റ്റിൻ്റെ മെയിൻ ബേസിക് എക്സസൈസ്, അതായത് ഒരു ബിഗിനേഴ്സിന് കൊടുക്കുന്ന മെയിൻ 4 ബേസിക് എക്സസൈസ് ആണ് പറയുന്നത്. ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഇൻക്ലൈൻ ഡംബിൾ പ്രസ്. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് പെക്ടെക് ഫ്ലൈ. മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബെഞ്ച് ഡംബിൾ പ്രസ്. 4ാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ക്യാബിൾ പോസ്. അതെന്തുകൊണ്ട് ഇങ്ങനെ വരുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ വർക്കൗട്ടിൻ്റെ ഡീറ്റെയിൽസ് അധികം പറഞ്ഞു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇൻക്ലൈൻ ഡംബിൾ പ്രസ് കഴിഞ്ഞിട്ട് പെക്ടെക് ഫ്ലൈ കൊടുത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ 2 പ്രസ് മൂവ്മെൻറ്റ്സ് ഒന്നിച്ച് ചേരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഐസൊലേഷൻ മൂവ്മെൻറ്റ് കൊടുത്താൽ, ഇപ്പോൾ നിങ്ങൾ 2 പ്രസ് മൂവ്മെൻറ്റ് ഒന്നിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് അത്ര വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു ഐസൊലേഷൻ മൂവ്മെൻറ്റ് കൊടുത്തത്. അതും ഈ ബെഞ്ചിൻ്റെ അളവ് ഈ ഒരു ലെങ്ത്തിൽ വെക്കുക. അതേപോലെ ഡംബിളായാൽ ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ വെക്കുന്നതിനേക്കാളും സേഫ് ആയിട്ടുള്ളത് ഇങ്ങനെ പിടിക്കുക. അതേപോലെ താഴോട്ട് ഇറക്കുമ്പോൾ കൂടുതലായിട്ട് താഴോട്ട് ഇറക്കാണ്ട് ഈ ഒരു ആംഗിൾ കീപ്പ് ചെയ്യാം. താഴോട്ടേക്ക് കൂടുതൽ ഫ്ലെക്സ് ചെയ്യുമ്പോൾ ഈ ഷോൾഡറിന് ഇഞ്ചുറി വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ലിഫ്റ്റ്. താഴോട്ടേക്ക് പോകുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്തിട്ട് മുകളിലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് കൂടുതൽ ആൾക്കാർ മിസ്റ്റേക്ക്. അത് ഓവർ വെയിറ്റ് ഇട്ടിട്ട് അവർക്ക് പൊക്കാൻ പറ്റാത്ത വെയിറ്റ് ഇട്ടിട്ട് ഇങ്ങനെ തെറ്റ് ചെയ്യും. അപ്പോൾ മൂപ്പര് അതിൻ്റെ കറക്റ്റ് ഫോം കാണിച്ചു തരും, ചെക്ക് ചെയ്ത്. നല്ല രീതിയിൽ ഹെഡൊക്കെ ന്യൂട്രൽ പൊസിഷനിൽ വെച്ചിട്ട് സ്ലോ ആയിട്ട് ആ ഒരു ടെമ്പോ കീപ്പ് ചെയ്തിട്ട് ചെയ്യാം. അതേപോലെ കോൺട്രാക്ഷനിലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബാക്കിലോട്ട് ഇറക്കുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ഓരോ മൂവ്മെൻറ്റും ഫോക്കസ് ചെയ്തിട്ട് മസിൽ കോൺട്രാക്ഷൻ ചെയ്തിട്ട് ചെയ്യാം. നെക്സ്റ്റ് വർക്കൗട്ട് ഡംബിൾ പ്രസ്. ചേക്കർ ഫോമാണ് ഇപ്പോൾ കാണിച്ചിരുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രൈറ്റ് ഇരിക്കുകയാണ്, ചെറിയൊരു ബെൻഡ് കൊടുത്തിട്ട് ലിഫ്റ്റ് ചെയ്യുക. ബ്രീത്തിങ് നേരത്തെ പറഞ്ഞ അതേ പ്രോപ്പർ ബ്രീത്തിങ് ഫോമാണ്. ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് ഈ ഒരു സ്റ്റാൻസ് കീപ്പ് ചെയ്തിട്ട് സ്ലോ മൂവ്മെൻറ്റ്, അതായത് ആ ടെമ്പോ കീപ്പ് ചെയ്തിട്ട് ചെയ്യാം. അതായത് ലോവർ ചെസ്റ്റിന് ഫോക്കസ് ചെയ്തിട്ട് ബ്രീത്തിൻ്റെ ഫോം നേരത്തെ പറഞ്ഞ പോലെ താഴോട്ട് എത്തുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഇൻ ചെയ്തുകൊണ്ട് പോയിട്ട് സെയിം പൊസിഷൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഇൻ ചെയ്യുക, സെയിം ഫോം. ഇത് വൃത്തിയായിട്ട് ആ ഓരോ റെപ്പിറ്റേഷനും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് ആ ടെമ്പോ കീപ്പ് ചെയ്ത് ചെയ്താൽ നല്ല ബേണിങ് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത 4 എക്സസൈസ് നിങ്ങൾ വൃത്തിയായിട്ട് കറക്റ്റ് ഫോമിൽ ഇവന്ന് കണ്ടിട്ടുണ്ടാവും. അതെങ്ങനെ ചെയ്തത്? ആ 4 എക്സസൈസ് നല്ല രീതിക്ക് വൃത്തിയായിട്ട് ചെയ്താൽ
മതിയാവും. അല്ലാണ്ട് ബിഗിനേഴ്സിന് എല്ലാവരും മൈൻഡിൽ ഉണ്ടാവുന്നത് 5, 6, 7, 8 വർക്കൗട്ടൊക്കെ ചെയ്താലേ നല്ല റിസൾട്ട് ഉണ്ടാവുന്നതാണ്. 4 വർക്കൗട്ട് നല്ല രീതിക്ക് നല്ല വൃത്തിക്ക് പ്രോഗ്രസീവ് ഓവർലോഡായിട്ട് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അല്ലാതെ വാട് കളിച്ച് കുറേ എക്സസൈസ് ചെയ്തുകൊണ്ട് ഒരു റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. സ്റ്റേ ഹെൽത്തി.